എനിക്ക് പെയിന്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് പെയിന്റ് അടിച്ച് അല്ലെങ്കിൽ ക്ലിയർ അടിച്ച് ഫിനിഷ് ചെയ്ത് നമ്മൾ ആ മിറർ ഫിനിഷ് ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് പെയിന്റ് ചെയ്യാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കളർ സിൽവർ ആണ് കേട്ടോ. ഈ സിൽവർ പെയിന്റ് ചെയ്യുമ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സിൽവർ പെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ക്ലൗഡിങ് ഓർ ക്ലൗഡ്നെസ്. ഓക്കെ, ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു സ്പ്രേ ഗൺ ഓട്ടോമോട്ടീവ് പെയിന്റ് വേഴ്സ് പാർട്ട് 13. ഇതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആകാശത്ത് മേഘങ്ങളില്ലേ, അതായത് ഒരേ കളറിലെ മേഘങ്ങളായാൽ പോലും ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കാണുമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ പെയിന്റിങ്ങിലോട്ട് വരുന്നത്. ഈ സിൽവർ കളറിൽ കൂടുതലായി കാണപ്പെടുന്ന പെയിന്റ് വേഴ്സാണ് ക്ലൗഡി. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു പെയിന്റ് അടിച്ചതിന് ശേഷം ക്ലിയർ അപ്ലൈ ചെയ്യുന്ന മുന്നേ തന്നെ അവിടെ മാത്രമായിട്ട് ഒരു പാച്ച് പോലെ കാണാം, അല്ലെങ്കിൽ അവിടെ മാത്രമായിട്ട് ഒരു ഡാർക്ക് സ്കിന്ന് പോലെ കാണാം. ഇതാണ് ക്ലൗഡിങ്. ചില വാഹനങ്ങളിൽ ചിലപ്പം ക്ലിയർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇത് കാണുന്നത്. ഇത് കൂടുതലായി കാണപ്പെടുന്ന സിൽവർ, പിന്നെ ഈ ലൈറ്റ് മെറ്റാലിക് കളേഴ്സ്, അതിലൊക്കെയാണ് കൂടുതലായി കാണപ്പെടുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഗൺ ഡിസ്റ്റൻസ്. പിന്നെ ഗൺ സ്പീഡ് യൂണിഫോംലി അല്ലെങ്കിൽ ഓവർലാപ്പ് കറക്റ്റ് അല്ലെങ്കിൽ എയർ പ്രഷർ പ്രോപ്പർ അല്ലെങ്കിൽ ബേസ് കോട്ട് നല്ല വെറ്റാക്കി അടിച്ചാൽ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് അടിച്ചാൽ ഈ ഒരു പെയിന്റ്സ് ഉണ്ടാകും. ചില മെറ്റാലിക് കളറുകൾ പെയിന്റ് നല്ലപോലെ ഡ്രൈ ആകാതെ നമ്മൾ ക്ലിയർ അപ്ലൈ ചെയ്താൽ ആ ഒരു ഉണങ്ങാൻ നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അത് പോകത്തേ ഇല്ല. അങ്ങനെ ഈ ഒരു പെയിന്റ്സ് ഉണ്ടാകാം. ഇതെങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കാം. അതിനായിട്ട് നമ്മൾ ഗൺ ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ പ്രോപ്പർ PSC നമ്മൾ സെറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പോവുക. സെയിം സ്പീഡ് സെയിം ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു പെയിന്റ് ബെഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് റീപെയിന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇതിൽ.